Hello everyone, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. വളരെ എളുപ്പത്തിൽ ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഞാൻ ഇവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ആണ്. അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു 2 മിനിറ്റ് ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വഴണ്ടിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തുക. പഞ്ചസാര ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ടാണ് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാഞ്ഞത്. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഈ പാലിലും പഞ്ചസാരയിലൊക്കെ കിടന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റായി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് ഈ ഹൽവ സൈഡിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂട് അല്പം ഒന്ന് പോയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.